ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് ക്യാരറ്റിൻ്റെ ഒരു ഐറ്റം ആയിട്ടാണ്. ക്യാരറ്റ് കേക്ക് എന്ന് നമ്മൾ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ വിഭവം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ആദ്യം തന്നെ ക്യാരറ്റ് വേവിക്കണം. അപ്പം 4 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തോല് നല്ലോണം കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിടാം. പിന്നെ ഞാൻ 6 മുട്ടയാണ് എടുത്തത്. അപ്പോൾ 6 മുട്ടയും നമുക്ക് എന്താക്കാം മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഒരു 3 സ്പൂൺ എടുത്തിന്. പിന്നെ ഹോർലിക്സ് ഒരു 2 സ്പൂൺ എടുത്തിന്. ഹോർലിക്സിനെക്കാട്ടും കൂടുതൽ പാൽപ്പൊടിയാണ് അതിലിടേണ്ടത്. പിന്നെ വെനില എസൻസ് എടുത്താണ്. അപ്പോൾ വെനില എസൻസ് ഒരു 3-4 ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുക്കുക. എഗ്ഗ് യൂസ് ആക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു സ്മെല്ലും ചൊയൊക്കെ ഉണ്ടാവില്ലേ. എന്നിട്ട് അതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഒരു ഗ്ലാസ്, ഒരു 1/2 ഗ്ലാസ് ഒക്കെ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം. അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അടി പിടിക്കാത്ത രീതിയിലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ വറുത്തെടുത്തിട്ട് നമ്മുടെ ബാറ്റർ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെക്കണം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. നമ്മളെ ക്യാരറ്റ് കേക്ക് അഥവാ ക്യാരറ്റ് പോള നിങ്ങളെന്താ പറയുക അറിയില്ല. അപ്പോൾ അതൊന്ന് കുത്തി നോക്കി. നല്ല ഉള്ളൊക്കെ റെഡിയിൽ സെറ്റായി വന്നാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. പിന്നെ അതിൻ്റെ അടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാഷ്യൂ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെറിയ മുന്തിരിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്, തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം, കമൻ്റ് അയക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.